വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയും ശ്യാമയും കാർത്തികയും ഒക്കെ പോയതിന് ശേഷം കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. അവസാനം അവൾ സത്യം പറയാൻ തുടങ്ങിയതായിരുന്നു, കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ശാലിനി അവിടെ തന്നെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ രോഹിത് എത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം രോഹിത് എത്തിയിട്ടുണ്ട്. തുടർന്ന് രാഘവൻ നായരുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ ഇവിടെ ഇല്ലാതായിപ്പോയല്ലോ, കുടുംബത്തിലെ വലിയ കാര്യങ്ങളല്ലേ നടന്നത് എന്നൊക്കെ ഇങ്ങനെ രാഘവൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ് വെച്ചാൽ, ഒന്നാമത്തെ വലിയ സംഭവം ഉണ്ടായിരുന്നു വെച്ചാൽ മധുശ്രീയായിട്ട് സത്യാമ്മ വിഷ്ണുവിൻ്റെ കല്യാണം നടത്താൻ നോക്കിയതാണ്. അതിപ്പോൾ അച്ഛൻ പോലും അറിഞ്ഞില്ല. പിന്നെ ഞാനുണ്ടായിട്ട് എന്താ കാര്യം? രണ്ടാമത് വിഷ്ണു ബ്രോയാണെങ്കിൽ കാർത്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അത് അവർ രണ്ടുപേരും മാത്രമേ അറിഞ്ഞുള്ളൂ. അതിലും എനിക്ക് വലിയ റോളൊന്നുമില്ല എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. അന്നേരം രാഘവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ ആരും ഇവിടെ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലെന്നാണോ നീ പറയുന്നതെന്ന്? അന്നേരം അങ്ങനെയൊന്നുമല്ല, ചില കാര്യങ്ങൾ കണ്ണടയ്ക്കേണ്ടത് നമ്മൾ കണ്ണടയ്ക്കുക തന്നെ വേണം. ഇപ്പോൾ ഞാൻ തന്നെ അവിടെ പോയി നേരിട്ട് കോഴിക്കോട് ബിസിനസ് കാര്യങ്ങൾ നേരിട്ട് നോക്കി നടത്തിയത് കൊണ്ടാണ് അവിടെ ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഓക്കെ ആയത്. കുറച്ചൊക്കെ നമുക്ക് മനസ്സിന് റിലാക്സ് ഒക്കെ വേണ്ടേ, കുറേ ഭാരമൊക്കെ ഇറക്കി വയ്ക്കണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞവർ കുറേ സംസാരിക്കുന്നുണ്ട്. അന്നേരം നീ പറയുന്നത് ശരി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായരും രോഹിത്തും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വിഷ്ണുവിനെ കണ്ട് രോഹിത് അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം നീ ഇപ്പോൾ വന്നു എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇത് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, നമ്മളിവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പങ്കുവയ്ക്കുകയായിരുന്നു എന്ന്. ഒരു കളിയാക്കലിൻ്റെ സ്വരമാണ് രാഘവൻ നായർക്ക് എപ്പോഴും. കാർത്തികയെ കൊണ്ടുവന്നതിന് ശേഷം വിഷ്ണുവിനോട് സംസാരിക്കുന്നത് മുഴുവൻ രാഘവൻ നായർ അങ്ങനെ തന്നെയാണ്. തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് രോഹിത്തിനോട്. അന്നേരം കുഴപ്പമില്ല, നന്നായി പോകുന്നു എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ വീണ്ടും രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്റെ ബാധ്യത അങ്ങോട്ട് തീർത്തല്ലോ. അവിടെ ബിസിനസ് തുടങ്ങാൻ ആരംഭിച്ചിട്ട് എത്ര നാളായി? എന്തിനും നീ അവിടെ സൈറ്റ് ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വീണ്ടും കളിയാക്കിയും കുറ്റപ്പെടുത്തിയും ഒക്കെ രാഘവൻ നായർ സംസാരിക്കുമ്പോൾ വേണ്ടച്ച എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണുവിന് ആകപ്പാടെ ഒരു ചമ്മലൊക്കെ തന്നെയാണ്. പക്ഷേ വിഷ്ണു പറയുന്നുണ്ട്, വേണ്ട രോഹിത്തെ, തടയണ്ട. ഇപ്പോൾ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഞാനാണ്, ഒരു പരിഹാസ കഥാപാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് രോഹിത് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയോ ഒന്നും ചെയ്യില്ല. സത്യാമ്മയെ പോലെ കണ്ണടച്ച് സ്വീകരിക്കുകയോ അച്ഛനെ പോലെ മുഖമടച്ച് കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ കാര്യങ്ങൾ വേണ്ട രീതിക്ക് അങ്ങോട്ട് പറയും. വിഷ്ണു ബ്രോ കാർത്തിക എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചു. ഞാൻ ആളിനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ശാലിനിയെ വിട്ട് കളഞ്ഞത് വളരെ മോശമായി പോകും. അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്യാമയുടെ ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നുമല്ല. വന്ന് കയറുന്ന ഞാനും 2 കല്യാണമൊക്കെ കഴിച്ചത് തന്നെയാണ്. വന്ന് കയറുന്ന പെണ്ണിനെ പോലെ ഇരിക്കും ആണിൻ്റെ തലവര എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചത് എന്നിങ്ങനെ രോഹിത് കുറേ ഉപദേശം എന്നോണെ അഡ്വൈസ് ചെയ്യുകയാണ്. പക്ഷേ വിഷ്ണു അതെല്ലാം വെറുതെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. തുടർന്ന് അല്ല ആളെവിടെ, കാർത്തിക എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാർത്തിക ശ്യാമയുമായിട്ട് അമ്പലത്തിൽ പോയിരിക്കുകയാണ് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് രോഹിത്തിനോട്. അന്നേരം രോഹിത് ഒരു നിമിഷം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് ശ്യാമ കാർത്തികയായിട്ട് കമ്പനിയായോ എന്നിങ്ങനെ രോഹിത് ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് സത്യഭാമയും കാർത്തികയും ശ്യാമയും കൂടി മുറ്റത്ത് കാറിലെത്തുന്നുണ്ട്. കാറ് നിർത്തുമ്പോൾ വാ മോളെ എന്നൊക്കെ കാർത്തികയെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ശ്യാമ ആകെ പേടിച്ച് ആ കാറിനകത്തിരിക്കുമ്പോൾ ഭാമ ഇറങ്ങിയിട്ട് നീ ഇറങ്ങുന്നില്ലേടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം പേടിച്ച് ശ്യാമ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നീ അകത്തേക്ക് വന്ന് എനിക്ക് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശ്യാമയ്ക്ക് സംസാരിക്കാനൊന്നും സമയം കൊടുക്കുന്നില്ല. കാർത്തികയെ സ്നേഹത്തോടെ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. ഈ സമയത്ത് സത്യാമ്മ എവിടെയെന്ന് ഇങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു, വല്ല മീറ്റിങ്ങോ മറ്റോ കാണുമെന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ഭാമ അകത്തേക്ക് കയറി വരുന്നത്. മീറ്റിംഗ് തന്നെ ആയിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് രോഹിത് നീ വന്നോ, ഇല്ലെങ്കിൽ നിന്നെ വിളിച്ചു വരുത്താനിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. തുടർന്ന് പുറകെ ശ്യാമയും കാർത്തികയും ഒക്കെ കയറി വരുന്നുണ്ട്. അന്നേരം രോഹിത് കാർത്തികയെ കാണുകയാണ്, ആദ്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കാർത്തിക ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇതാണോ കാർത്തിക, ഈ കുട്ടിയെ ഞാൻ എവിടെയോ എന്നിങ്ങനെ രോഹിത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഇതാണോ രോഹിത് എന്നിങ്ങനെ കാർത്തികയും പരസ്പരം നോക്കുന്നുണ്ട്. അത്ര കാണിക്കുന്നുള്ളൂ. അതിനുശേഷം മീറ്റിംഗ് തന്നെയായിരുന്നു എന്നിങ്ങനെ ഭാമ പറയുകയാണ്. ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ജില്ലാ കളക്ടറുമായിട്ടായിരുന്നു മീറ്റിംഗ്. സംഘാടകതെ ഇവളും എന്നിങ്ങനെ ശ്യാമയെ ചൂണ്ടി പറയുകയാണ്. അന്നേരം ഇവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ എന്തായി ഭാമ ഈ പറയുന്നതെന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ ഇവളെ അനുനയിപ്പിച്ച് കൊണ്ടുപോയത് അവളുടെ കളക്ടർ ചേച്ചിയെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അവൾക്ക് ചോദ്യം ചെയ്യാനായിട്ട്, ഭീഷണിപ്പെടുത്താനായിട്ട് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്നും കാർത്തിക ഒഴിഞ്ഞു പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇവൾ കളക്ടർ ചേച്ചിയെ കാണിക്കാനായിട്ട് കൊണ്ടുപോയത്. അവളുടെ കയ്യിൽ നല്ല ഇടിക്കാരി പോലീസുകളുണ്ട് എന്നൊക്കെ
പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് ആകെ ടെൻഷനാവുകയാണ്. വിഷ്ണു മനസ്സിൽ കരുതുകയാണ് ഇനിയിപ്പോൾ ശാലിനിയാണെങ്കിൽ ശാലിനിയുടേതായ രീതിയിൽ കാർത്തികയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി കാർത്തികയുടെ നാവിൽ നിന്ന് അറിയാതെ എങ്ങാനും എന്തെങ്കിലും വീണിട്ടുണ്ടാകുമോ എന്നും പറഞ്ഞ് കാർത്തിക ഇങ്ങനെ നോക്കുകയാണ്. അത് മനസ്സിലായെന്ന പോലെ ഇല്ല എന്നിങ്ങനെ കാർത്തിക തല കുലുക്കുന്നുണ്ട്. തുടർന്നും സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അവൾ ആരാണ് ഇവളെ ഭീഷണിപ്പെടുത്താൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് വിഷ്ണുവിൻ്റെ നന്മയെ കരുതിയായിരിക്കും അവൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ കാർത്തിക ആരാണ് എന്താണെന്നൊന്നും നമുക്കും അറിയില്ലല്ലോ, കൂടുതലൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് കാർത്തികയുണ്ട്. അവൾ ആരാണ്? ഈ കാർത്തികയുടെ ക്ഷേമം അന്വേഷിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. പിന്നെ സത്യഭാമയുടെ വീട്ടിൽ കയറി ആരും കളിക്കാനെന്ന് നോക്കണ്ട എന്നും പറഞ്ഞിട്ട് സത്യഭാമ ആകെ ദേഷ്യത്തിലങ്ങ് സംസാരിച്ചു തുടങ്ങിയാണ്. അന്നേരം എങ്കിൽ പിന്നെ നീ അങ്ങോട്ട് കേസ് കൊടു, നീ എന്താ അവളെ അങ്ങ് തൂക്കിക്കൊല്ലോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങ് കൈമലർത്തുകയാണ്. അന്നേരം തൂക്കിക്കൊല്ലാൻ തന്നെയാണ് പോകുന്നത്. പക്ഷേ കളക്ടറുടെ ഈ കുഞ്ഞനിയത്തി എന്നും പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ചിങ്ങനെ മുന്നോട്ട് നിർത്തുകയാണ്. തുടർന്ന് സത്യഭാമ രോഹിത്തിനോടും പറയുന്നുണ്ട്, നീ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ നിന്നെ ഒരു മകനായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്യാമയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ നിൻ്റെ ഭാര്യയായിട്ട്, അത് ശാലിനിയുടെ അനിയത്തിയായിട്ടോ ആയിട്ട് ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. അതേ സ്നേഹം, എൻ്റെ ഒരു മകളുടെ സ്നേഹം തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവളുണ്ടല്ലോ, ഇവളത് മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നാണെങ്കിൽ അമ്പലത്തിലേക്ക് എന്നും പറഞ്ഞ് കാർത്തികയെ കൂട്ടിക്കൊണ്ടുപോയി, നാളെ കൂട്ടിക്കൊണ്ടുപോയി വല്ല കായലിലോ കുളത്തിലോ ഒക്കെ തള്ളിയാൽ ആര് സമാധാനം പറയും എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. അന്നേരം ഭാമ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ അങ്ങ് രാഘവൻ നായർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയാണെങ്കിൽ ആരെയും അങ്ങോട്ട് സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. തുടർന്ന് പറയുകയാണ്, ഇവൾക്ക് ഞാൻ ശിക്ഷ വിധിക്കാൻ തന്നെയാണ് പോകുന്നത്. ഇവൾ ശിക്ഷ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. ഇവൾക്ക് ശാലിനിയുമായിട്ടോ ഇനി ഇവളുടെ വീട്ടുകാരുമായിട്ടോ യാതൊരു ബന്ധവും പാടില്ല. ആരതിയിൽ കൈവച്ച് അത് നീ എനിക്ക് സത്യം ചെയ്തു തരണം. മരണം വരെ യാതൊരു ബന്ധവും പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ പറയുമ്പോൾ ശ്യാമ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നെ രോഹിത്തും പിന്നെ വിഷ്ണുവും കാർത്തിയും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അവിടെ നിന്ന് പൊന്നിയാണെങ്കിൽ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്, പപ്പിയുടെ അടുത്തേക്ക് കയറി പോവുകയാണ്. അതങ്ങനെ ആ സൈഡിലൂടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം രാഘവൻ നായർ ചോദിക്കുകയാണ്, ഭാമ നീ എന്തൊക്കെയാണ് പറയുന്നത്? അവളുടെ വീട്ടുകാരുമായിട്ട് ബന്ധം പാടില്ലെന്നോ, ഇതൊക്കെ കുറച്ച് അതിര് കിടക്കുന്നോ എന്ന് പറയുമ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവളെ പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം. പൊന്നി എവിടെ? പൊന്നി എന്നിങ്ങനെ വിളിക്കുമ്പോൾ പൊന്നിയാണെങ്കിൽ ഈ പപ്പിക്കുള്ള ഭക്ഷണവുമായിട്ട് പപ്പിയുടെ പുറകെ നടക്കുകയാണ്. അന്നേരം പപ്പിയാണെങ്കിൽ ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട്. മോളെ ഇത് കഴിക്കുക എന്നൊക്കെ പൊന്നി പറയുമ്പോൾ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് പപ്പി ആകെ ദേഷ്യത്തിലാണ്. അന്നേരം കഴിക്കുക എന്ന് പറഞ്ഞിങ്ങനെ പൊന്നി വീണ്ടും പറയുമ്പോൾ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ പ്ലേറ്റ് അങ്ങ് തട്ടുകയാണ്. അന്നേരം ചോറും കറികളും എല്ലാം കൂടി സ്റ്റെയറിൽ കൂടി ഇങ്ങനെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അന്നേരം ഇതെല്ലാവരും ശ്രദ്ധിക്കുകയാണ്, ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് നോക്കിയിട്ട്. തുടർന്ന് പപ്പിയാണെങ്കിൽ ഓടി വന്നിട്ട് രാഘവൻ നായരുടെ അടുത്തേക്ക് സെറ്റിയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ്. അന്നേരം പൊന്നി വീണ്ടും പുറകെ വരുന്നുണ്ട്. അന്നേരം എന്താ മോളെ എന്താന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. ഇതിനു മുന്നേ സത്യഭാമ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവൾക്ക് ശിക്ഷ വിധിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ എന്ത് തീരുമാനമെടുത്താലും അതിനെ ഞാൻ എതിർക്കില്ല, എനിക്ക് സമ്മതമാണെന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കിയാണ്. അതിന് ശേഷമാണ് അതൊക്കെ പറയുന്നത്. തുടർന്ന് ഈ മോളോടാണെങ്കിൽ പപ്പിയോട് എന്താ കഴിക്കാത്തതെന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ടും പിന്നാലെ നടന്ന് കഴിപ്പിക്കാൻ നോക്കുകയാണ്. എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് കുട്ടി ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് രോഹിത്ത് പൊന്നിയോട് ചോദിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്? അവൾ വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളും, അത് മതി എന്ന് പറയുകയാണ്. അന്നേരം പൊന്നി പറയുന്നുണ്ട്, അങ്ങനെയാണ് ഞാനും കാത്തിരുന്നത്. ഇന്നത്തെ ദിവസം ജലപാനം കഴിച്ചിട്ടില്ല. ഭക്ഷണം കൊണ്ട് ചെന്നപ്പോൾ വേണ്ടാന്ന് വാരി കൊടുക്കാൻ നോക്കിയപ്പോൾ അതിന് കയ്യിൽ നിന്ന് തട്ടിക്കളഞ്ഞു. ഭക്ഷണം കഴിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നതെന്ന്. അന്നേരം എല്ലാവരും കുട്ടിയെ തന്നെ നോക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ പപ്പിയാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. അന്നേരം എന്താ കാര്യം എന്നിങ്ങനെ രോഹിത്ത് വീണ്ടും ചോദിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് സത്യഭാമ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, മോൾക്ക് എന്താ ഭക്ഷണം വേണ്ടാത്തതെന്ന്. അന്നേരം എനിക്ക് വേണ്ട, ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും കുട്ടി ദേഷ്യപ്പെടുമ്പോൾ ഭാമയങ്ങൾ അല്ലാതാവുന്നുണ്ട്. അന്നേരം എന്താണെന്ന് വെച്ചാൽ കാര്യം പറയും. എൻ്റെ പൊന്നൂസ് മോളല്ലേ, മോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ വരുത്തിച്ച് തരാം, കാര്യം എന്താണെന്ന് പറയുമെന്ന് പറയുക. അന്നേരം അതൊന്നുമല്ല, എനിക്കൊരു ഒറ്റ ഫ്രണ്ടല്ലേ ഉള്ളൂ, ആ ഫ്രണ്ടിനോട് ഫോണിൽ പോലും സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാവർക്കും കാര്യം പിടിയിട്ടുകയാണ്. സത്യഭാമയുടെ മുഖം അങ്ങോട്ട് മാറുകയാണ്. അന്നേരം ഞാൻ സത്യയെക്കുറിച്ച് തന്നെയാണ് ഉദ്ദേശിച്ചത്, എനിക്ക് സത്യയോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവൾ ചീത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം സത്യ ചീത്തയാണെങ്കിൽ ഞാനും ചീത്തയാണ് എന്നും പറഞ്ഞ് സത്യഭാമ പറയുന്ന അതേ ദേഷ്യത്തിൽ ഈ പപ്പിയും പറയുകയാണ്.
തുടർന്ന് ഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ നിൻ്റെ അമ്മയെ പോലെ പെരുമാറാൻ തുടങ്ങുകയാണോ എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. രോഹിത്തിനോട് പറയുകയാണ്, ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല, നീ തന്നെ നിൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്ക് എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ മോളെന്നും പറഞ്ഞിട്ട് പപ്പിയെ രോഹിത്ത് വിളിക്കുന്നുണ്ട്. അന്നേരം എന്നോടൊന്നും പറയണ്ട, ഞാനൊന്നും കേൾക്കില്ല എന്നും പറഞ്ഞിങ്ങനെ കുട്ടി തിരിഞ്ഞേക്കുകയാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, നാളെ മോളുടെ ബർത്ത്ഡേ അല്ലേ, അത് ആഘോഷിക്കാനല്ലേ അച്ഛൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, നാളെ മോളുടെ പിറന്നാളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആരതിയും സത്യപ്രതിജ്ഞയും ഒക്കെ കഴിഞ്ഞിട്ട് അത് ശ്രദ്ധിക്കാനൊക്കെ ഇവിടെ ആർക്കാ സമയം എന്നിങ്ങനെ രാഘവനാർ കളിയാക്കുകയാണ്. അന്നേരം രാഘവേട്ട എന്നിങ്ങനെ ഭാമ വിളിക്കുകയാണ്. അന്നേരം പറയാതിരിക്കാനായിട്ട് കഴിയുന്നില്ല ഭാമയെന്ന്, അതിൻ്റെ നല്ലൊരു ദിവസമായിട്ട് ആ കുഞ്ഞിനും അതിൻ്റെ അമ്മയ്ക്കും നീ എന്താ സമാധാനം കൊടുക്കുന്നുണ്ടോ, വേർതിരിവ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ അത് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ഫോൺ കോൾ വിളിക്കാനല്ലേ ആ കുട്ടി ചോദിച്ചുള്ളൂ, അതിന് ഒറ്റ ഫ്രണ്ടല്ലേ ഉള്ളൂ, അത് വിളിച്ചാൽ എന്താ ആകാശം അങ്ങോട്ട് പൊട്ടി വീഴുമോ, അത്രയ്ക്ക് വിലക്കുണ്ടാവാനായിട്ട് ഇതെന്താ തീഹാർ ജയിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവനാർ അങ്ങ് വഴക്ക് പറയുന്നുണ്ട്. പറയാതിരിക്കാനായിട്ട് കഴിയുന്നില്ല വാരം തന്നെ എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഭാമ അങ്ങ് വല്ലാതാവുകയാണ്. തുടർന്ന് ശരി എങ്കിൽ ഞാനായിട്ട് ഇനി ആരുടെയും ആഗ്രഹം മറികടക്കുന്നില്ല, തകർക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യം എന്നിങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട്. പപ്പിക്ക് സന്തോഷമാവുകയാണ് ഭാമ അവിടെ സമ്മതിക്കുന്നു എന്നുള്ളതിൽ. തുടർന്ന് ഫോണിങ് തന്നേന്ന് പറയുമ്പോൾ രോഹിത്ത് ഫോൺ കൊടുക്കുന്നുണ്ട്. തുടർന്ന് രോഹിത്ത് പറയുകയാണ്, മോള് നാളെ പിറന്നാളായതുകൊണ്ട് ആരോടും പിണക്കം ഒന്നും പാടില്ല, നല്ല സന്തോഷിക്കേണ്ട ദിവസമാണ് എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി ഇങ്ങനെ കാർത്തികയും വിഷ്ണുവിനെയും നോക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പപ്പിയാണിങ്ങനെ വീർപ്പിച്ച മുഖത്തോടു കൂടി നിൽക്കുകയാണ്. എന്ന് പറയുന്നുണ്ട്, നല്ല ദിവസമായതുകൊണ്ട് പിണക്കമൊക്കെ മാറ്റി വയ്ക്കണം, സത്യാമ്മയാണെങ്കിൽ മോളോടുള്ള പിണക്കം മറന്നില്ലേ, അതുപോലെ മോളും എല്ലാവരോടുള്ള പിണക്കം മറക്കണം എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. തുടർന്ന് ഫോൺ അങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ മോൾ എന്താ സത്യം വിളിച്ച് പറയാൻ പോകുന്നത് എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുകയാണ്. അന്നേരം നാളെ എൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ സത്യം ക്ഷണിക്കാനാണ് പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ഭാമ വിളിക്കുകയാണ്. ക്ഷണിക്കാനോ, അതൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാഘവനാർ ചോദിക്കുകയാണ്, നീ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ ഒന്നങ്ങോട്ട് അടങ്ങുകയാണ്. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴും വിഷ്ണുവിന് ആകെപ്പാടെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ അത് പുറമേ പ്രകടമാക്കാനായിട്ട് വിഷ്ണുവിന് സാധിക്കുന്നില്ല. വിഷ്ണുവിനോടൊന്നും ആരും സംസാരിക്കത്തുമില്ലല്ലോ, കാർത്തികയോടും വിഷ്ണുവിനോടും ഒന്നും. ഭാമ മാത്രമേ അവിടെ സംസാരിക്കുകയുള്ളൂ, ബാക്കി എല്ലാവരും കളിയാക്കൽ സ്വരം തന്നെയാണല്ലോ. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കുട്ടി ഫോൺ വിളിക്കുന്നതൊക്കെ. തുടർന്ന് സത്യയെ പപ്പിയാണെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അന്നേരം എന്താ മോളെ രോഹിത്ത് ചോദിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അച്ഛാന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനാണ് ആകെ അങ്ങ് നിരാശയാവുന്നത് കുട്ടിയെ ഫോണിൽ കിട്ടാത്തതിനാൽ. തുടർന്ന് നമുക്ക് വീട്ടിലേക്ക് പോയി ക്ഷണിച്ചാലോ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ വീണ്ടും പപ്പിയിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഭാമ വിളിക്കുകയാണ്. അന്നേരം രാഘവനാർ ചോദിക്കുകയാണ്, എന്താ ഭാമ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞു, അത് ഞാൻ സമ്മതിച്ചു, ബർത്ത്ഡേ ക്ഷണിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല എന്നിങ്ങനെ പറയാം. ആ വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഒരു നായ്ക്കുട്ടി പോലും പോകില്ല, അവിടെ നിന്ന് ആരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, അതൊന്നും ഞാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. രാഘവനാർ ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുമെന്ന് ചോദിക്കുമ്പോൾ ക്ഷണിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഫോൺ വിളിച്ച് കിട്ടുമെങ്കിൽ സംസാരിക്കുക, അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇവിടെ നടക്കില്ല എന്നിങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഭാമയങ്ങകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം വിഷ്ണു ആകെ ടെൻഷനിലിരിക്കുകയാണ്, ഈ സത്യയെ ഫോണിൽ കിട്ടാത്തതിൽ. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുമായിരിക്കും. സത്യയുടെ ഫോണിൽ വിളിച്ചപ്പോഴേ കിട്ടാത്തത് ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കിട്ടും. അതിനുശേഷമാണ് സത്യയുടെയും ബർത്ത്ഡേ അന്നാണെന്ന് അറിയുന്നത്. തുടർന്നുള്ള എപ്പിസോഡിലാണ് രണ്ടുപേരുടെയും ബർത്ത്ഡേ സത്യഭാമയുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.